കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് വേദനയെ എങ്ങനെ വിജയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റാമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എങ്കിൽ നഷ്ടം നിങ്ങളുടേത് മാത്രമാണ്. കാരണം അവസാനം വേദനയെ എങ്ങനെ ഇന്ധനമാക്കി മാറ്റാമെന്നതിനുള്ള ഒരു ബോണസ് പോയിന്റ് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക. വേദന നമ്മളിൽ പലരും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു വികാരമാണ്. പക്ഷേ സത്യത്തിൽ നോക്കിയാൽ നമ്മെ വളർത്തുന്ന ഏറ്റവും ശക്തമായ ഗുരു വേദന തന്നെയാണ്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ നഷ്ടവും, നിരാശയും, തകർച്ചയും ഇവയെല്ലാം നമ്മളെ തളർത്തുവാനല്ല വന്നത്, നമ്മളെ മാറ്റാൻ, നമ്മളെ ശക്തരാക്കാൻ വന്നതാണ്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആകാം. വേദനയെ എങ്ങനെ വികാസത്തിനുള്ള ഇന്ധനമാക്കാം? വേദനയെ എതിർക്കാതെ അതിനെ അംഗീകരിക്കുക. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? വേദന വന്നാൽ അത് മറക്കാൻ ശ്രമിക്കുന്നു. റിട്രാക്ഷൻ, എസ്കേപ്പ്, അവോയ്ഡൻസ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വഴി. പക്ഷേ സത്യത്തിൽ നിങ്ങൾ വേദനയെ അംഗീകരിച്ചില്ലെങ്കിൽ അതിൽ നിന്നുള്ള പാഠം നിങ്ങൾക്ക് കിട്ടുകയില്ല. വേദനയോട് പറയൂ, ശരി, നീ വന്നിട്ടുണ്ട്, നിന്നിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഈ ചോദ്യമാണ് നിങ്ങളുടെ ജീവിതം മാറ്റാൻ തുടങ്ങുന്നത്. ഓരോ വേദനയും ഒരു പാഠമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ചതി ചെയ്താൽ അത് ഒരു വേദനയാണ്. പക്ഷേ അതിൻ്റെ അടിയിലൊരു പാഠമുണ്ട്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് എൻ്റെ പരിധികൾ? നഷ്ടങ്ങൾ, പരാജയങ്ങൾ എല്ലാം നമ്മെ എന്തോ പഠിപ്പിക്കാൻ വന്ന അധ്യാപകരാണ്. നിങ്ങൾ വേദനയെ പാഠമായി കാണാൻ തുടങ്ങുമ്പോൾ അത് ഇനി നിങ്ങളെ തകർക്കില്ല, അത് നിങ്ങളെ തീർക്കും. വേദന നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ വിജയങ്ങൾ നേടിയവരുടെ ജീവിതം നോക്കൂ. അവർ എത്ര കഷ്ടങ്ങൾ കണ്ടവരാണ്. കാരണം എന്താണ്? വേദന നമ്മെ അടിച്ചു പൊളിക്കുന്നില്ല, അത് നമ്മളെ ചുറ്റി പണിയുകയാണ് ചെയ്യുന്നത്. ഒരു ഇരുമ്പ് ശക്തമാകാൻ അത് തീയിൽ കത്തിക്കണം. അതുപോലെ ഏതൊരു മനുഷ്യനും വേദനയിലൂടെ കടന്നുപോയാൽ മാത്രമേ ഉള്ളിൽ കിടന്നുറങ്ങുന്ന യഥാർത്ഥ ശക്തി പുറത്തു വരൂ. വേദനയെ ആക്ഷനാക്കി മാറ്റുക. വേദനയിരുന്ന് കരയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ വേദനയെ ഒരു ഫ്യൂവൽ, ഇന്ധനമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് വിജയികളുടെ രഹസ്യം. നിങ്ങളോട് ചോദിക്കൂ, ഈ വേദനയെ ഞാൻ എന്താക്കി മാറ്റാം? നിരാശയെ പ്രചോദനമാക്കി മാറ്റാം, പരാജയത്തെ അനുഭവമാക്കി മാറ്റാം, നഷ്ടത്തെ പുതിയ തുടക്കത്തിനുള്ള അവസരമാക്കി മാറ്റാം. നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന നിമിഷം മുതൽ വേദനയ്ക്ക് നിങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയില്ല. വേദന നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. സുഖത്തിൽ ആയിരിക്കുമ്പോൾ എല്ലാവരും സന്തോഷവാന്മാരാണ്. പക്ഷേ വേദനയിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. നിങ്ങൾ തകരുമോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഉയരുമോ? ഈ തീരുമാനമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. വേദന മാറ്റത്തിൻ്റെ സൂചനയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായി വന്നാൽ വേദന ഉണ്ടാകും. ഇങ്ങനെയാണ് വേദന വരുന്നത്. അതായത് വേദന നിങ്ങളോട് പറയുന്നത്, ഇവിടെ എന്തെങ്കിലും മാറ്റം വേണം. അത് ബന്ധമാകാം, ജോലിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയാകാം. വേദനയെ ഒരു സിഗ്നൽ ആയി കാണൂ. അത് നിങ്ങളെ പുതിയ വഴിയിലേക്ക് നയിക്കും. വേദനയിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കരുണ ഉണ്ടാകും. വേദന അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദന മനസ്സിലാകൂ. അത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കും. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നവനാകും. നിങ്ങൾ കൂടുതൽ സഹാനുഭൂതി ഉള്ളവരായിരിക്കും. നിങ്ങൾ കൂടുതൽ മാനവികത ഉള്ളവനാകും. ഇതാണ് യഥാർത്ഥ വളർച്ച. വേദനയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. ഒരു വലിയ വേദന കടന്നു പോയ ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ കടന്നുപോയല്ലോ, ഇനി എനിക്കൊന്നിനും ഭയമില്ല. ഇതാണ് കോൺഫിഡൻസ്. വേദന നിങ്ങളെ തകർക്കുന്നില്ല, അത് നിങ്ങളെ ശക്തരാക്കുന്നു. ഒരു വിത്ത് മണ്ണിനടിയിൽ അടച്ചിടപ്പെടുന്നു. അത് ഇരുട്ടിൽ, സമ്മർദ്ദത്തിൽ, ഒറ്റപ്പെട്ട നിലയിലാണ്. പക്ഷേ അതാരോടും പരാതി പറയുന്നില്ല. അതിൽ ഒരു ചെടി വളരുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഗ്രോത്ത് സ്റ്റേജായിരിക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയെ ഒരു ശവമായി കാണരുത്. അതൊരു സമ്മാനമാണ്. കാരണം അത് നിങ്ങളെ മാറ്റുവാൻ വന്നതാണ്. നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ വേദനയിൽ വീണ് കിടക്കാം, അല്ലെങ്കിൽ അതിനെ ഒരു ഇന്ധനമാക്കി ഉയരാം. ജീവിതം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ജയിക്കണമോ തോൽക്കണമോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. റിമെമ്പർ,
ദിസ്. വേദനയില്ലാതെ വളർച്ചയില്ല. പക്ഷേ വേദനയെ ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾ ഒരു അസാധാരണമായുള്ള ഒരു വ്യക്തിയായി മാറും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.